ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി മട്ടൺ റോസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ മട്ടനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ചതച്ചെടുക്കണം. ഒരു കുടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് അത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന മട്ടൺ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ വെച്ചിട്ട് ഒരു 3-4 വിസിൽ വരുന്നത് വരെ നമുക്ക് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മട്ടൺ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നീട് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂണോളം മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് മട്ടണിലേക്ക് ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് വിനെഗറും കൂടെ ഒഴിക്കുക. ഒരു 1.5 ടീസ്പൂണോളം വിനെഗറും കൂടെ ഒഴിക്കുക. നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം കുക്കറിൽ വെച്ചിട്ട് ഒരു 3-4 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മട്ടൺ റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സവാള അരിഞ്ഞെടുക്കാം. ഒരു 5 മീഡിയം സവാള അരിഞ്ഞെടുക്കുക നന്നായിട്ട്. നമ്മുടെ മട്ടൺ ഇവിടെ നന്നായിട്ട് വെന്ത് റെഡിയായിട്ടുണ്ട്. സവാള വഴറ്റി തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാല ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, കുറച്ച് ഏലക്ക, ജാതിപത്രി, പിന്നെ എടുത്തിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം ജാതിക്കയാണ്, പിന്നെ തക്കോലം, കറുവാപ്പട്ട, ഗ്രാമ്പു. ഇതെല്ലാം കൂടി നമുക്ക് ഒരു ചെറിയൊരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രം ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കണം നമ്മൾ. അതിനുശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് ഗോൾഡൻ കളർ ആകുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കണം. അപ്പോൾ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതായത് നമ്മൾ മട്ടൺ വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സവാളയ്ക്ക് വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ബാക്കി ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി 2.5 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നീട് മുളക് പൊടി 2 ടേബിൾ സ്പൂണും. അത് രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മുളക് പൊടിയുടെ കളറ് മാറി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കണം. തക്കാളി 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി എണ്ണ തെളിയുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മട്ടണും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് മസാല മിച്ചം വയ്ക്കുക, ബാക്കിയെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോഴത്തേക്ക്. അതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒരു പാത്രം കൊണ്ട് അടച്ച് ഒരു 5 മിനിറ്റ് നേരം നമുക്ക് വേവിക്കാം. മസാലയ്ക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ റോസ്റ്റ് ഏകദേശം ഓക്കെ ആയി. നമുക്ക്
ലാസ്റ്റ് ഒരു ഫൈനൽ ടച്ചിനായിട്ട് ലാസ്റ്റ് നമ്മുടെ കുറച്ച് മസാല മാറ്റി വെച്ചിരിക്കുന്ന അതും കൂടെ തൂവിയെടുക്കാം. അപ്പോൾ നമ്മുടെ മട്ടൺ റോസ്റ്റ് റെഡിയായി. ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.